I'm gonna dance by myself like nobody's watching. Don't really care if my rhythm's off, 'cause I'm gonna dance like nobody's watching me. I'm gonna dance by myself like nobody's watching. Don't really care if my rhythm's off, 'cause I'm gonna dance like nobody's watching me. I'm gonna dance, 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 dance. I'm gonna dance, 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 dance. I'm gonna dance, dance, dance like nobody's watching me. I'm gonna dance. I'm gonna dance. I've been trying to cope since you ran away. I've been feeling lost, I've been feeling pain. And no matter what I do, I just feel like I do what I do for you. I tried to call the doctor, it didn't help. Took a trip out to the sun to revive myself. But no matter what I do, I just feel like I do what I do for you. I'm gonna dance, 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 dance. I'm gonna dance, 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 dance. I'm gonna dance, dance, dance like nobody's watching me. I'm gonna dance. I'm gonna dance. I'm gonna dance by myself like nobody's watching. Don't really care if my rhythm's off, 'cause I'm gonna dance like nobody's watching me. I'm gonna dance by myself like nobody's watching. Don't really care if my rhythm's off, 'cause I'm gonna dance like nobody's watching me. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ ജോർജിയയുടെ ഓരോ സ്ഥലങ്ങളിലേക്ക് നമ്മളങ്ങനെ ഇറങ്ങി തുടങ്ങാണ്. ജോർജിയയുടെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനിലോട്ടാണ് നമ്മളിപ്പം പോകാൻ വേണ്ടി. ആ സ്ഥലത്തിന് പേര് കുത്തൈസി. അത് കഴിഞ്ഞ് നമ്മൾ പോകാൻ പോണത് പുറമത്തെ കേവ് എന്ന് പറയും. അത് കഴിഞ്ഞ് നമ്മൾ മാർത്തുവിലി കാനിയൻ. ഗൈസ് നോക്കൂ, ടുഡേ 3 ടൂറിസ്റ്റ് പ്ലേസിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് പോകുന്ന മധ്യവഴിയിലാണ് ഞങ്ങളുള്ളത്. അപ്രോക്സിമേറ്റ് ടിബിലിസിന്ന് ഈ കാണുന്ന ലൊക്കേഷനിലേക്ക് അറൗണ്ട് എത്ര കിലോമീറ്റർ ഉണ്ട്? ഒരു 260 കിലോമീറ്റർ. യെസ്, ഏതാണ്ട് ഒരു 260 കിലോമീറ്റർ ഉണ്ട്. റോഡ് നല്ല റോഡാണ്, അത് കാരണം വെച്ചടിച്ചിങ്ങ് പോരാം. വരുന്ന വഴി മൊത്തം ചൈനയുടെ കയ്യിലാണ്, ചൈനീസ് ഡെവലപ്മെന്റ് ആണ്. ഗൈസ് നോക്കൂ, പോകുന്ന വഴിക്ക് ഒരു കിടിലൻ സ്ഥലം കണ്ടപ്പം ഞാൻ വണ്ടി നിർത്തി. അത്രയ്ക്കും രസമുള്ള സ്ഥലം എന്ന് വെച്ചാൽ അത്രയ്ക്കും രസമുള്ള സ്ഥലം. അതായത് ഇവിടെ മഞ്ഞ് വീണ്ടും പച്ചപ്പുള്ള ഒരു സ്ഥലം. യെസ്, ഇത് നോക്കിയേ, ഈ വശത്തോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഫുള്ള് മരങ്ങൾ, അതിൻ്റെ തൊട്ട് ബേക്കിൽ ഞങ്ങളുടെ നെപ്പോളിയൻ ചെറുക്കൻ. ഗൈസ് നോക്കൂ, നമുക്ക് നേരെ പോകേണ്ടത് എതിർവശത്തോട്ടാണ്. അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. അതെ, നമ്മൾ അന്നപ്പം നമ്മൾ ഇവിടെ നിർത്തി. ഇനി എത്ര കിലോമീറ്റർ ഉണ്ട്? ഇനി ഒരു 40 കിലോമീറ്റർ, 40-35 കിലോമീറ്റർ അത്രേ ഉള്ളൂ. ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഓടിയെത്താം. ഇനി 35-40 മിനിറ്റ് ഉള്ളൂ. അത്രേ ഉള്ളൂ. 100 പോകുന്നതാണ് കുഴപ്പമില്ലല്ലോ. ഗൈസ്, അപ്പൊ നമുക്ക് നേരെ ചലോ. ഗൈസ് നോക്കൂ, അതായത് നമ്മൾ ഈ വണ്ടി ഇട്ടതിന്റെ തൊട്ട് ബേക്ക് വശം മൊത്തം പൈൻ ഫോറസ്റ്റ്, അതായത് ക്രിസ്മസ് ട്രീ ഫോറസ്റ്റും. ക്രിസ്മസ് അല്ല മോനെ, ക്രിസ്മസ് ട്രീ. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ മുന്തിരി അല്ലേ? അല്ല, കശുവണ്ടിക്ക് തന്നെ പറഞ്ഞ ഗൈസ് നോക്കി, ഇത് ഫുള്ള് മരങ്ങളാണ്. നമ്മുടെ ചെറുക്കൻ ഇവിടെ നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് അതീവ ലുക്കിൽ ഇവിടെ കിടക്കുവാണ്. ഗൈസ് ഓക്കെ, ബൈ. ഗൈസ് നോക്കൂ,
ഇന്ന് ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല കാലാവസ്ഥയല്ലേ ഇവന്, അത് കാരണം എല്ലാ ഗസ്റ്റുകളും അങ്ങോട്ട് ഈ പോകും. ജോർജിയയുടെ ഒരു പ്രത്യേകത എന്നറിയാമോ? അതായത് ഇവിടെ ടിബിലിസിൽ നിന്ന് തന്നെ കുറേ സ്ഥലങ്ങളിലേക്ക് അടുത്തടുത്ത് പോകാൻ പറ്റും. ഇച്ചിരി ലോങ് ആണെങ്കിലും പെട്ടെന്ന് എത്തും. ഈ കാരണം വണ്ടികൾ കുറവല്ലേ. ഇവനെ ജോർജിയക്ക് വേറെ പേരുണ്ട്, ക്യൂനോ ജോർജിയ. ക്യൂൻ ഓഫ് ജോർജിയ ആരാ പറഞ്ഞേ? ഞാൻ പറഞ്ഞു. മദർ ഓഫ് ജോർജിയ. മൊത്തം തെറ്റി. ഗൈസ് ഫൈനലി നമ്മൾ പോകാൻ വേണ്ടി തീരുമാനിച്ചു. നമ്മൾ നേരെ പോവുക കേട്ടോ. ഗൈസ് എതിർവശത്തു നിന്നാണ് സൂര്യൻ. ഈ കാണുന്ന ഇവിടെ കണ്ടോ പൊളിഞ്ഞു കിടക്കുന്ന മരങ്ങൾ, അതിനെ ഒടുക്കത്തിൽ കേട്ടോ. അതോ ആ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന ഇപ്പോഴും മഞ്ഞുണ്ട് കേട്ടോ. ആ മേളിലും മലകൾ മൊത്തം മഞ്ഞാണ്. ജോർജിയ എന്ന് പറഞ്ഞ മലകളെ ചുറ്റപ്പെട്ട ഒരു രാജ്യം കൂടിയാണ്. മൗണ്ടൻസ് എന്ന് പറഞ്ഞാൽ ഈ രാജ്യം മൊത്തം ഈ മൗണ്ടൻസിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു രാജ്യം. എന്നാ കൊക്കാസസ് മൗണ്ടൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു, അതിന്റെ ഇടയിലാണ് ഈ ജോർജിയ നിൽക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. വെരി എൻറ്റയർലി. എനിക്ക് തോന്നുന്നു മഞ്ഞ് സമയത്തേക്കാൾ ഇവിടെ വരുന്നത് ഇങ്ങനത്തെ സമയങ്ങൾ ഇവിടെ വരുന്നത് പച്ചപ്പും മിനി സ്വിറ്റ്സർലാൻഡ് അല്ല, ഏപ്രിൽ കഴിഞ്ഞ് വരണം. ഏപ്രിൽ ഇറ്റ് ഈസ് വെരി നൈസ്. വെരി നൈസ് ആൻഡ് മിനി സ്വിറ്റ്സർലാൻഡ് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് അല്ലേ? അങ്ങനെയല്ല, കാമുകിമാർക്ക് വരാൻ പറ്റിയ സ്ഥലമാണ്. നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള ശല്യം ഉണ്ടാവില്ല. ഇവിടെ ഉള്ളവരും ഭയങ്കര സഹകരണമായിരിക്കും. ഒടുക്കത്തെ വണ്ടി കേട്ടോ. എൻ്റെ അമ്മോ, ആദ്യമായിട്ട് കാണുവാണല്ലോ ഇവന്. സ്കാനിയ. എന്റെ ദൈവമേ, ഇത് നോക്കിയേ എന്നാ പോക്കാ പോണെന്ന് നോക്കിയേ. വേണ്ട, അവനും കൂടെ പോയിട്ട് പോകാൻ ചേട്ടാ, വെളിവില്ലാത്തവനാ. നമുക്ക് ഈ വഴിയിലേക്കാണ് പോകേണ്ടത്, നേരെ ഫ്രണ്ടിലേക്ക്. ഇതേപോലെ തന്നെയാണോ റോഡ്? ആ, ഇനി റോഡ് വ്യത്യാസം വരുമല്ലോ ഇവനെ. കണ്ടില്ലേ രണ്ടുപേരും പാത വന്നില്ലേ? സിറ്റി കൂടെ കേറാതെ നമുക്ക് പോകാൻ വേണ്ടി പറ്റുമോ? അതിലേ പോണ്ട. സിറ്റി കൂടെ അങ്ങനത്തെ സിറ്റിയാ? സിറ്റി തന്നെ കയറി പോകുന്ന എനിക്ക് വില്ലേജ് ഇല്ലേ ഗൈസ്? ഇന്ന് നമ്മുടെ സാധനം പറത്തു കിട്ടോ. ഇന്ന് നമ്മൾ മറ്റേ ഇതാകാൻ പോവാ. ഞാൻ പൈലറ്റ് അല്ലേ ഇന്ന്. ഗൈസ് നോക്കൂ, പൈലറ്റ് കോൾ പൈലറ്റ് ലിവിങ് കണ്ണാടി വെച്ച് നോക്കൂ കേട്ടോ. ഇന്ന് പറത്തും. ഈ കാറ്റിൽ പറത്തേണ്ട കാര്യമുണ്ടോ? ഇവിടെ പറത്തേണ്ട കാരണം ചിലപ്പോൾ കാറിന്റെ ഉള്ളിൽ പല പല ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അവർ ഓടേണ്ട ഒരു അവസ്ഥയുണ്ട്. ആ മോനെ പോയിട്ട് വാ. എന്റെ കുഞ്ഞമ്മയുടെ മോനല്ലേ എന്താ വെച്ചാൽ എന്നെ ഹോൺ അടിച്ച് കാണിച്ചത് എനിക്കറിയത്തില്ല കേട്ടോ. ഗൈസ് നോക്കൂ, എല്ലാവരും വണ്ടി കയറി നേരെ നമ്മൾ ഫ്രണ്ടിലേക്ക് പോവാണ്. ഫൈനലി ഞങ്ങൾ ഈ കിടിലൻ സ്ഥലത്തിലൂടെ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ പോകുന്ന വഴി. വരുന്ന വഴിക്കൊക്കെ കിടിലൻ ഗ്രാമങ്ങളുണ്ടായിരുന്നു. അടുത്ത ദിവസം നമ്മൾ ഭയങ്കര വേറെ നല്ല തനതായ ഗ്രാമത്തിൽ പോകുന്നതുകൊണ്ട് ഞങ്ങൾ ആ ഗ്രാമം പിടിച്ചില്ല. അപ്പോൾ 2 ഗ്രാമം ആണ്ടല്ലോ എന്ന് വെച്ചു. ഈ റോഡിൻ്റെ അപ്പുറം നിൽക്കുന്ന ബസ് സ്റ്റോപ്പ് ആട്ടോ. ഓ ചേട്ടാ, അർമേനിയയും പിന്നെ ജോർജിയയും ഏകദേശം ഒരേപോലെ അല്ലേ ചേട്ടാ? ആ ഗൈസ് നോക്കൂ, ഏകദേശം ഒരേപോലെ ആട്ടോ. AC ഇല്ലാത്തതുകൊണ്ട് പവൻ ലിവിൻ പെട്ടു. അയ്യോ അമ്മ ചൂടായവനെ. എത്ര ഡിഗ്രി ചേട്ടാ? 24 ഗൈസ്. നല്ല ചൂടെന്ന് വെച്ചാ നല്ല ചൂടാട്ടോ. ഏതായാലും നാളെ കഴിഞ്ഞിട്ട് പനി ഉറപ്പായി. ഇത്രയും ദിവസം തണുപ്പല്ലായിരുന്നോ? പെട്ടെന്ന് ക്ലൈമറ്റ് പറയുമ്പോ എന്തായാലും പനി പിടിക്കും. ആണോ? ഗൈസ് അതായത് നമ്മളുണ്ടല്ലോ ഇത്ര ദിവസം തണുപ്പിന് വേണ്ടിയാണ് വണ്ടി തണുപ്പിനെ പ്രതിരോധിക്കാനാണ് ക്രമീകരിച്ചിരുന്നെങ്കിൽ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ വാഹനങ്ങളിൽ നടത്തണം കേട്ടോ. എങ്കിൽ മാത്രമേ ബാക്കി കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടക്കത്തുള്ളൂ. ഗൈസ് നോക്കൂ, നമുക്ക് അങ്ങനെ ആ 3 സ്ഥലങ്ങൾ ഇങ്ങോട്ടാ പോകണ്ടേ നമുക്ക്? ഓക്കെ, ഇതാണോ ഈ ലെഫ്റ്റാ? ഓക്കെ. ഇവിടുത്തെ ട്രാഫിക് ഒക്കെ ഇത്ര വിചിത്രമായിട്ട്. ഇവിടുത്തെ റഷ്യയുടെ ഇപ്പൊ നേരെ മുന്നിൽ കൂടി ഞങ്ങൾ ഇങ്ങനെയല്ല, അറിയത്തില്ലല്ലോ ഞങ്ങൾ. ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ ഇതാ ഈ കാണുന്ന റൂട്ടിൽ കൂടെ. ഇവനെ മീൻ നോക്കിയാ, മറ്റേ വിമാനം പോലത്തെ മീൻ. ഗൈസ് സത്യം പറയാലോ, വെന്തുരുകയാണ് ഇതിന്റെ അകത്തിരുന്നിട്ട്. ഒരു രക്ഷയില്ലാത്ത ചൂട്. എന്റെ അമ്മേ, വേർത്തൊലിക്കാൻ തുടങ്ങി കേട്ടോ. ഏറ്റവും കൂടുതൽ പണി കിട്ടിയെന്നില്ല, ഷൂനാ പണി കിട്ടിയത്. അതിനടാ നിന്റെ ഷൂ അല്ലായിരുന്നോ? ഒരു തുള്ളി തണുപ്പ് അതിനകത്ത് കയറുന്നില്ല. തണുപ്പല്ല, ചൂട്. ചൂടാവിനെ കയറിക്കൊണ്ടിരിക്കുന്നത്. എഞ്ചിൻ ഭാഗങ്ങൾ ചൂടായി, ഇത് കണ്ടോ, ഇതൊക്കെ ചൂടായി. അങ്ങനെ വണ്ടിയുടെ സൈഡൊക്കെ ചൂടായിട്ടോ. ഇതൊന്നുമില്ല കേട്ടോ. എന്തായാലും നാളെ നമ്മൾ ചെയ്യൂലേ ചേട്ടേ? യെസ്. From your mouth, holding me tight, saying I'm all yours, but I'm feeling my gut. It doesn't feel right. I see in your eyes. Tell me no lie, 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 lie. Tell me no lies. Tell me no lie, 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 lie. Tell me no lies. Tell me no lie, 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 lie. Tell me no lies. Tell me no lie, 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 lie. Let's talk about your ex. La 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 la.
ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ വാഹനം ഇവിടെ കൊണ്ടുപോയി നിർത്തി നമ്മുടെ ഡെസ്റ്റിനേഷനിൽ. നമുക്ക് 2 ജോർജിയക്കാരെ കിട്ടി. ഗുഡ് നെയിം. My name is Pavel. ആർച്ചി. ഗൈസ് ഇവർ ഇവിടുത്തെ ഡ്രൈവർമാരാണ്, ടൂറിസ്റ്റ് ഡ്രൈവേഴ്സ് അല്ലേ? Yeah. Very good India, very good Georgia, Freund. ഇൻ രാജ് കപൂർ. ഗൈസ് ഇവിടെയുള്ള അതായത് ഇവിടെയുള്ള Georgian people 30 years old like this movie and Georgian woman is Salute India. ഓക്കെ ബൈ. Okay, bye-bye. ഗൈസ് ഞങ്ങൾ നേരെ നമ്മുടെ ടൂറിസ്റ്റ് പ്ലേസിലേക്ക് നടക്കുക കേട്ടോ. എവിടെയാട്ടാ? ഒന്നുകൂടെ പറഞ്ഞേ. അങ്ങോട്ട് നമ്മൾ പോവാട്ടോ. ലിപിക്ക് സംശയം വണ്ടി അടച്ചോ എന്നുള്ളത്. അവനൊന്ന് നോക്കാം. അവരോടൊന്ന് പറഞ്ഞു, അവരൊന്ന് നിൽക്കുമ്പോൾ നോക്കണമെന്ന്. ഫൈനലി നമുക്ക് ഇതേ ഇവിടെയാണ് കേവിലേക്ക് പോകേണ്ട ആ എൻട്രി കേട്ടോ. ഇവിടെ എന്തോ ടിക്കറ്റ് പരിപാടി സംഭവമൊക്കെ ഉണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ വന്നത്. ഇവിടെ ഇങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. കിട്ടില്ല ക്ലൈമറ്റായിട്ട്, ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റായിട്ട്. ഇവിടെ ഉള്ളവർക്കെല്ലാം നമ്മളോട് ഭയങ്കര താല്പര്യം കേട്ടോ. വേറൊരു മൂഡ് സ്ഥലം അല്ലാടാ ലിപി? പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ആൾക്കാർ നല്ല രസമുള്ള ആൾക്കാരാണ് കേട്ടോ. കാണാനാണോ അതോ കാണാനല്ല ഉദ്ദേശിച്ചത്, സംസാരിക്കാൻ. നിന്റെ മേലെ സീൽ ഇടിച്ചേക്കുന്നത് അത് ഞാൻ അവിടെ നിന്ന് അറിയാതെ ഒട്ടിച്ചു വെച്ചതാണ്. അതായത് സംസാരിക്കാനും അതിൽ ഹെൽപ്പിംഗ് മെന്റാലിറ്റി കൂടുതലുള്ള ആൾക്കാരാണ്. ഗൈസ് നമ്മളിവിടെ ഒരു കലക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ഡീസലിലോ പെട്രോളിലോ? അല്ലേ, നാടൻ പാറ്റാട്ടോ കാണുന്നേ. ചാച്ചാ എന്തിയത്? ചാച്ചാ ചാച്ചാ ചാച്ച എന്നാണ് ഇവിടെ നാടൻ പാറ്റിന് പറയുന്നത്. ദിസ് വൺ ഈസ് ചാച്ച. എൻ്റെ വോദ്ക അടിച്ച. വാട്ട് ഈസ് ദിസ്? ജോർജിയൻ ടോഫി എന്ന് പറയുമ്പോൾ ഈ ജോർജിയൻ സ്നീക്കേഴ്സ് എന്ന് പറയും. ഇത് കാരമലൈസ് ചെയ്ത് ഉണ്ടാക്കുന്ന സാധനം. എന്റെ അമ്മ അടിച്ചു കഴിഞ്ഞോണ്ടല്ലോ. ഞങ്ങൾ ഈ സാധനം അടിക്കുമല്ലോ കേട്ടോ. അതുകൊണ്ട് ഇത് വാൾനട്ട് വെച്ചിട്ട് നമ്മൾ ഓരോ ഫ്ലേവേഴ്സിന് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തത്. ആണോ? നമുക്ക് അടുത്ത ഗ്രൂപ്പ് പോവാം. അടുത്ത 1 മണിക്കൂർ 40 ഒന്ന് പോയാലോ, ഓടിയാലോ? ഓക്കെ പൈസ കൊടുത്തോ? പൈസ കൊടുത്തു, നിന്നെ കൊടുത്തേ. ഓക്കെ ഏതോ ഗ്രൂപ്പ് തുടങ്ങി കേട്ടോ. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഇതെല്ലാം ഗ്രൂപ്പിലുള്ള ആളാന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല ആളുണ്ടല്ലോ അവിടെ. പിന്നെ ഇവിടെ ടിക്കറ്റ് എടുക്കാം. ആണോ? ജനം ഇല്ല. അതിനാ 4 മണിക്കുള്ളൂ. അതിന് ഇപ്പം തരാത്ത രണ്ടുപേരും. അപ്പൊ എന്നാ ചെയ്യുന്നേ? അപ്പൊ എന്താ ചെയ്യാ? എത്ര സമയം എടുക്കും? അതിന് നമുക്ക് ബാക്കിയെല്ലായിടത്തും പോകാൻ സമയം കിട്ടും കേട്ടാ. ഞങ്ങളിപ്പോൾ ഈ കാണുന്ന സ്റ്റൂളിലിരിക്കുകയാണ്. സംഭവം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ടിക്കറ്റ് ക്ലോസ് ചെയ്തു. രക്ഷയില്ല. ഇവനെ സമാധാനമായില്ലേ? സമാധാനമായി, നമുക്ക് പോവാ. എല്ലാവരും കയറി പോകുന്ന കാണുമ്പോൾ ഒരു വിഷമം. നമ്മൾ മാത്രം പട്ടി എന്തൊക്കെയോ പോയി. 2 മിനിറ്റ് മാറി പോയി. നമുക്ക് പോവാം. അടുത്ത സ്ഥലം പിടിക്കാം. ഇത് ഗുഹയാണെന്നേ ഉള്ളൂ. അടുത്ത വെള്ളച്ചാട്ടം കാനോൺസ് ഉണ്ട്. ഞാൻ വേറെ സ്ഥലത്ത് കാണിക്കാം. ടണലിൽ അത് കയറിയാൽ പോരെ. ഗൈസ് നമ്മളങ്ങനെ ഫൈനലി നമ്മളങ്ങനെ ആ സ്ഥലത്തോട്ട് പോകട്ടോ. എൻ്റെ അമ്മോ, ഇതിൻ്റെ ഈ വശമൊക്കെ ഭയങ്കര രസമാട്ടോ. നോക്കിയേ, എൻ്റെ അമ്മോ എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയേ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. അങ്ങനെ ആ ചാച്ച ചേട്ടൻ്റെ ചാച്ച നോക്കിയെന്നാ ഞങ്ങളിപ്പം ചാറ്റയായി മാറിയേ അല്ലേ? ഇല്ല, ഞങ്ങൾക്ക് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങ് മേളിലാണ് വണ്ടി ഇട്ടേക്കുന്നത്. അങ്ങോട്ട് പോവാം. അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് തിരിച്ചുകൊണ്ട് വരട്ടോ കേട്ടോ. താക്കോല് വന്നേ. മറ്റേ ചേട്ടൻ കൈ പിടിച്ചോ. ഹായ്, ഞങ്ങൾ പോയി വെറുതെ വന്നു. യെസ് ഗായ്സ്, ഫൈനലി നമുക്ക് തിരിച്ച് അടുത്ത കനോണിലേക്ക് പോകാം കേട്ടോ. അതപ്പം നടക്കുള്ളൂ, അല്ലെങ്കിൽ നല്ല ടൈം ഇവിടെ നമ്മൾ നഷ്ടപ്പെടും. ഓ ഗൈസ്, ഒടുക്കത്തെ ചൂടാട്ടോ. ഇതമേ തണുത്ത് കൊണ്ടിട്ട് നന്നായി. ഇല്ല പെട്ടുപോയനെ അല്ലേ ഗൈസ്? തണുത്ത് കൊണ്ടിട്ട് നന്നായി കേട്ടോ. ഫൈനലി താഴോട്ട് പോകാമെന്നല്ലാതെ വേറെ മാർഗ്ഗമൊന്നും ഇല്ല കേട്ടോ. ഞാൻ നോക്കിയിട്ട് നമുക്ക് അടുത്ത ലൊക്കേഷൻ ഇവിടുന്ന് എത്ര കിലോമീറ്റർ ആയിട്ടാ? 24 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ചാച്ച കാണാൻ വേണ്ടി പോയതാ. ശേഷം പോയിരിക്കണം. ഒരു ലൊക്കേഷനൊക്കെ പോയി കിട്ടി. എന്തായാലും നമുക്ക് കനോൺ കണ്ടിട്ട് വരാം കേട്ടോ. ഓൺലി 27 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ ഇവിടുന്ന്. 27 കിലോമീറ്റർ നമുക്ക് അരമണിക്കൂർ കൊണ്ട് ഓടി എത്താൻ പറ്റും. തീ പിടിച്ചു നാട്ടില്. അങ്ങോട്ട് പോയപ്പോൾ ഒരു പ്രശ്നമില്ലാത്ത സ്ഥലമായിരുന്നല്ലോ. ഫയർഫോഴ്സ് വന്നല്ലോ.
ഫയർഫോഴ്സ് വന്നു കേട്ടോ. അത് എല്ലാവരും കാഴ്ചക്കാരാ. പോലീസ് വന്നു, എല്ലാരും വന്നു. വെയിൽ കൂടി സ്വയം തീ പിടിക്കുന്ന ഇങ്ങനെ സംഭവിച്ചേ. ഇവനെ വീടിന് തീ പിടിക്കാതിരിക്കാൻ വേണ്ടി ഇത് കത്തിച്ച കേട്ടാ, കത്തിച്ച് തീ ഇത് കത്തിച്ച് പണി വാളിപ്പോയതാ. കത്തിച്ച് പണി വാളിപ്പോയതാ കേട്ടാ. ഫയർഫോഴ്സ് ഒക്കെ ഓടുന്നു തന്നെ. എന്നിട്ടോ അടിപൊളി. ഇവനെ വലിയ തീയായിട്ടില്ല, ചെറിയ തീയേ ഉള്ളൂ. ആണോ? ഇതൊക്കെന്ന് വെച്ചാൽ നമ്മുടെ അവിടെ എല്ലാരും കൂടി ചൂട്ട് വെച്ച് തല്ലിക്കടത്തൂലേ, ഇവിടെ വെച്ചാൽ നമ്മുടെ ഫയർഫോഴ്സ് വരും. നമ്മളങ്ങനെ അടുത്ത ലൊക്കേഷനിലേക്ക് പോകാനുള്ള ഒരു ജംഗ്ഷനിലെത്തി. ഒരു ഗോൾഡൻ ക്രോസ് ഇരിക്കുന്ന നോക്കി. ഗോൾഡ് ആണോ അത്? അല്ല പൂശാണോ? പൂശായിരിക്കും. പൂശായിരിക്കും അല്ലേ? ഇത് എന്തോ ടൗണിന്റെ പേര് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. മർത്തുവിനി ക്യാനിലേക്ക് മർത്തുവിലി. യെസ്, ആ ഒരു റോഡിലേക്ക് നമ്മളങ്ങനെ കയറുവാണ്. ഇവിടെ ബസ്സിന് വരെ ഓടുന്ന സ്പ്ലെൻഡർ കേട്ടോ. എൻ്റെ ദൈവമേ, റോഡ് അത്ര നല്ല റോഡല്ല കേട്ടോ. മോശം. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്തി. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാമെന്ന് ഞങ്ങളങ്ങ് വിചാരിച്ചു. അല്ല വേണ്ട, ഒരു നിന്ന സെറ്റപ്പ് ആയിപ്പോല്ലോ. നമ്മൾ ഇങ്ങോട്ട് തന്നെ ഇട്ടാക്കാം കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ചിരിച്ചങ്ങ് ഇട്ടാക്കാം. അപ്പോൾ ഓക്കെ ആയി. ഓക്കെ. ഇവിടെയുള്ള ആൾക്കാരെ വളരെ അത്ഭുതത്തോടു കൂടിയാണ് നമ്മുടെ വണ്ടി നോക്കുന്നത്. അവർക്ക് കറക്റ്റ് അറിയാട്ടോ. ഇവിടെ ടെമ്പോ എന്നാണ് ഇതിന് പറയാം. പുള്ളി വന്ന് ചോദിച്ചത് മേഴ്സിഡീസ് ആണോ എന്നുള്ളത്. അപ്പം ഞങ്ങൾ നേരെ ഞങ്ങളുടെ ലൊക്കേഷനിലേക്ക് പോവാണ്. നേരെ ഫ്രണ്ടിലാണ് നമ്മുടെ ലൊക്കേഷൻ. ബോട്ട് വേണ്ട, നമുക്ക് നേരെ പോവാം. നിങ്ങൾ ഇവിടെ അതല്ലേ ലിവി എന്നെ ഒരു ബാഗൊക്കെ ഇട്ടുവന്നേ. ഷോപ്പിങ്ങിന് പോവാണോ? ഷോപ്പിങ്ങിനല്ല, ഒരു വഴിക്ക് പോകുന്നതല്ലേ, അവിടെ പൊക്കാൻ പറ്റിയാലോ അല്ലേ? വേറൊരു കേസുണ്ടേ. അതായത് നമ്മൾ മേലൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ അവർ പറഞ്ഞു ഇങ്ങോട്ട് ക്ലോസ് ആണ്, വിടൂല എന്ന്. ലാസ്റ്റ് പുള്ളിക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ. ഇവിടെ ഇതെന്നാ ഒരു സുഹൃത്തുക്കളാന്നേ പണ്ടോട്ടെ, കണ്ടില്ലേ? 2 രൂപ കൊടുത്തതിന്റെ സ്നേഹമാണ്. നമ്മുടെ നാട്ടിലൊക്കെയാണ് ഇത് ഈ കഷ്ണത്തിൽ കിടന്ന് ഓടുകൂടാ. നമ്മുടെ ഒക്കെ വണ്ടിയുടെ അരക്കല്ല് പോലെ കിടക്കുന്നത് അല്ലേ? നമ്മുടെ വണ്ടിയുടെ അവസ്ഥ ഉണ്ടല്ലേ, ഇവിടെയാണ് ഇപ്പോഴും ഇതേപോലെയുള്ള സ്ഥലങ്ങൾ കാണാനാണ് സുഹൃത്തുക്കൾ നമ്മൾ പോകുന്നത്. ഒരു സ്ഥലത്തും കൂടെ പോകണ്ട, ആദ്യം ഇത് തീർത്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടി. പോകാൻ ചേട്ടാ. അല്ലെങ്കിൽ നമ്മൾ പെരുവഴിയിൽ പരമസുഖം അങ്ങനെ ഒരു സീരീസ് തുടങ്ങേണ്ടി വരും. നമ്മുടെ സീരീസിന്റെ പേരെന്നാ ഇപ്പത്തെ? പെരുവഴിയിലെ പരമസുഖം. പെരുവഴിയിൽ പരമസുഖം. അതാണ് നമ്മുടെ വേറെ കാര്യമുണ്ട്. ഇവിടെ എല്ലാം കുറെ പേര് ചോദിക്കും, നമ്മളോട് പൈസ ചോദിക്കും. അതെ, ഇങ്ങനെ പോകുന്ന വഴിക്കുക. അപ്പൊ നമ്മൾ ഇങ്ങനെ കൈ തരും. അല്ല, ഞാനപ്പോ എന്റെ കൈ അങ്ങ് നീട്ടും. അവരവർക്ക് നിർത്തുവന്ന പാട്. ഇവിടെയൊക്കെ സൂനീറും അതുപോലെ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടിക്കറ്റ് എടുക്കാനുള്ള പരിപാടിയായിട്ട് അതിനാണ് ഈ കിടന്ന് സംസാരിക്കുന്നത്. നമുക്ക് ഇത്രയും പേർക്കും 50 ലാറി 100 ലാറി എന്ന് പറഞ്ഞാൽ 3200 രൂപയാണ്. എത്ര? 3200 100 ലാറി. 100 ലാറി 50 ലാറി എന്ന് പറയുമ്പോൾ ഏതാണ്ട് 1500 രൂപ. അത്ര ഒറ്റ വരും കേട്ടോ. നമുക്ക് നേരെ കാണാൻ പോവാം. ഇനി ഇങ്ങോട്ട് പോകാൻ നേരത്ത് ചെറിയ ലാറി കൊടുക്കുകയാണ്. ചെറിയ ലാറി ഉണ്ടാവുള്ളൂ, പക്ഷെ അത് വലിയ പൈസയാണ്. നമ്മുടെ നാട്ടിൽ ലാറി, ഇവിടെ ലാറി. ടിക്കറ്റ് എടുത്തു. ഞങ്ങൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം എൻട്രി കയറാൻ വേണ്ടി പോകട്ടോ. കിട്ടുന്ന സ്ഥലം കേട്ടോ. 3 ടിക്കറ്റ്, ഡ്രോണും കൊണ്ടൊക്കെ പോകുന്നത്. 3 ടിക്കറ്റ് 1995 തൊട്ട് ഇവിടെ സ്റ്റാർട്ടിങ് തുടങ്ങിയത്. വിസ്റ്ററി സെന്റർ. വിക്ടറി അത് വിജയിച്ച സ്ഥലം. ഓ, വിസിറ്റേഴ്സ് സെന്റർ എന്നാ? സോറി കേട്ടോ, ഇംഗ്ലീഷ് അറിയില്ലാത്തൊരു വിഷയം. ഒരു പരിപാടി കഴിഞ്ഞാൽ ആ ചേച്ചീനെ കാണാൻ വേണ്ടി പോകണം കേട്ടോ. ചേച്ചിക്ക് ഒരു സാധനം കൊടുത്താൽ ചേച്ചി കയറ്റി. 3 സാധനം ടിക്കറ്റ് എന്ന് പറഞ്ഞത്. 3 സാധനം കൊടുക്കണ്ട. ടിക്കറ്റാടാ. ശിക്ഷയോ? എന്തൊക്കെയാ ചോദിച്ചേ? യൂട്യൂബ് നാറിയെന്നോ? യൂട്യൂബ് നാറിയെന്നാണോ യൂട്യൂബ് ആറിയെന്നാണോ? ചേച്ചി ചിരിക്കുക. യൂട്യൂബ് നാറിയാന്ന്. കൊള്ളാം. ഇങ്ങോട്ട്. ഷോ, വീണ്ടും വഴി മാറിപ്പോയി. ആ വഴിക്കാട്ടോ പോണ്ടേ. ഹായ്, ഹലോ, ബൈ ബൈ ഗൈസ്. എന്നെ ഏട്ടാ മാക്കാറിയ പറയാന്നൊക്കെ പറയുന്നേ? വാട്ട് ഈസ് ദിസ് അൺയൂഷ്വൽ വേർഡ്സ്? വാട്ട്? ഇവനെ ഇവിടെ ചെറിയ വാക്കുകൾ നമ്മുടെ ഇന്ത്യയുടെ വാക്കുകളായിട്ട് ചെറിയൊരു സാമ്യമുണ്ട് ഇവിടെ. പക്ഷേ അതിനല്ലേ ഇവനെ തുമ്മിയെ? ഇത് ഫ്രീ ആണോ ഏട്ടാ? ഇത് ഫ്രീ ആണോ? ഇതിനും കാശ് കൊടുക്കണോ? ടോയ്ലറ്റൊക്കെ ഇവിടെ ഫ്രീ ആട്ടോ. വലിയ ആളും പേരൊന്നുമില്ല, കാരണം സീസൺ ആകി വരുന്നുള്ളൂ കേട്ടോ. അപ്പൊ സീസണിൽ എന്താ മിനി സീസൺ കഴിഞ്ഞു, മഞ്ഞ സീസൺ കഴിഞ്ഞു. അടുത്ത സീസൺ ഇവിടെ അങ്ങോട്ടൊരു വിടൽ വിട്ടല്ലോ ഏട്ടാ. മറ്റേ ഡ്രോണ് താഴെ ഒരു കിട്ടൂലേ? ഇതിന്റെ ഒരു ലൈനപ്പ് എങ്ങനെയാ ഏട്ടാ? ഒരു മിനിറ്റ് ഡ്രോണ് പൊക്കുവാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ മേളിൽ കയറിയിട്ട് പൊക്കിയാൽ മതി. അയ്യേ,
നീ എന്താ മണ്ടബുദ്ധിത്തര പറയുന്നത്? ഫൈനലി ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തി. ഇതിലെയാണ് നമുക്ക് പോകേണ്ടത്. ഓ എന്താ ഇത്? ഇതെന്താ ഇത്? അടിപൊളി. ഇതിനെന്നായിട്ടാ പറയുന്നത്? കാനിയൻ. ഇത് ഇങ്ങോട്ട് നോക്കിയേ. പാറ കറക്റ്റാകാതെ വന്നാണ് ഇത് പാറ കറക്റ്റാകാതെ വന്നാണ് എങ്ങനെ പോകുന്നത്? ഈ സൈഡ് പാറയില്ലെന്ന്. ഓഹോ, ചില പ്രത്യേക താല്പര്യ കക്ഷികൾ ചോദിച്ച കാഴ്ചകളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയേക്കാം. എന്നാ ചെയ്യാൻ, ഇതിപ്പോൾ എല്ലാവർക്കും വേണ്ടി ചെയ്യേണ്ട അവസ്ഥയായി. എടോ നിങ്ങൾക്കൊന്നും പറ്റുന്നില്ല, നിങ്ങൾ വേറെ വല്ല സൈറ്റ് വരെ കാണാവേ. എന്നാ ചെയ്യാനാ? റഷ്യ ചെന്നപ്പോൾ റഷ്യൻ യുവതികളെ കാണിക്കാനൊക്കെ പറയുന്നത്. അവിടെ തണുപ്പല്ലായിരുന്നോ? അതുകൊണ്ട് അവർക്കൊരു എല്ലാവരും ഉള്ളിലായിരുന്നു വീടിൻ്റെ. ഒമ്പോ ഇതെന്താ കാഴ്ച, എന്താ സെറ്റപ്പ്. ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അത്ഭുതം കേട്ടോ. അവനാണ് സഹിക്കാൻ പറ്റുന്നില്ലല്ലേ, കള്ളൻ. ഗൈസ് നോക്കൂ, ഇവിടെ എല്ലായിടത്തും വലിക്കാം കേട്ടോ. അതാണ് ഇവിടുത്തെ ഒരു മെയിൻ സെറ്റപ്പ്. എൻ്റെ പൊന്നെ, എല്ലാം ടൈറ്റ് ആക്കട്ടോ കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ നടന്നു വന്നത് കേട്ടോ. എൻ്റെ പൊന്നെ, കിടില സ്ഥലം ഇതന്നെ കേട്ടോ. അമ്പോ, ഇതിന്റെ രസം അവിടെയാ. What is this guys? This is a water. This are water. Oh, heavy. എൻ്റെ അമ്മേ, നോക്കിക്കേ, ഇതെന്തേ കാണണേ? കാഴ്ച എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടോ ഇങ്ങനത്തെ ഒരു കാഴ്ച കാണുന്നത്. ഇത് ഇങ്ങോട്ടൊക്കെ നോക്കിക്കേ. പോയാ പോയിട്ടോ, പിന്നെ നോക്കണ്ട. പോയാ നോക്കണ്ട, തീർന്നു. പോയാൽ നോക്കിയേ വേണ്ടോ. ഇതിങ്ങനെ ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ കെട്ടിയാക്കും കേട്ടോ. അതുകൊണ്ട് ഇതേപോലെ നിന്ന് കാണാം. സൂര്യനെതിരാ. ഇത് ആദ്യമായിട്ട് നമ്മൾ കാണുന്ന ഒരു സംഭവം അല്ലേ? എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട്, നിന്റെ ജീവിതത്തിൽ നീ ആദ്യമായിട്ടാണ് കാണുന്നത്. അടുത്ത സ്ഥലത്തോട്ട് പോവാ. എൻ്റെ അമ്മോ, ഇത് കാനോണിൻ്റെ അകത്തുള്ള വെള്ളം ഒഴുകും അല്ലേ? ലോകത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ കാനോണിൽ കൂടെ വെള്ളം ഒഴുകുന്നേ. ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. അല്ലേടാ, കാനോണിൽ കൂടെ വെള്ളം ഇതുകൊണ്ട് ഞങ്ങളുടെ ഇവിടുത്തെ കിണറും ഉണ്ട്. ഇതേപോലെ അടിയിൽ കൂടെ വെള്ളം പോകും കേട്ടോ. കാണുന്ന പൊന്തക്കാട് പോലത്തെ സ്ഥലത്തൂടെ കുറേ നടക്കാനുണ്ട് കേട്ടോ. ഇച്ചിരി കൂടെ കഴിഞ്ഞത് പച്ചപ്പ് നല്ല രസമായിരിക്കും. ഒയ്യോ, തീർ ലുക്കായിരിക്കും. അവിടെ കാണാം, നമുക്ക് ഇവിടെ കണ്ടിട്ട് പോവാം. വാ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കണ്ട. നോക്കിക്കേ നിങ്ങള്, എന്താ സൂപ്പർ സ്ഥലം. ഗൈസ്, പ്രകൃതി കനിഞ്ഞ് നൽകിയാക്കുന്ന സ്ഥലം കേട്ടോ. ഈ വെള്ളത്തിൻ്റെ അകത്ത് നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ ഇപ്പം വികൃതിയാവും. തീർന്നു. ഇത് കുമ്മായക്കല്ല് പോലത്തെ ഇതാടാ. ഏതാ ഇത്? നമ്മൾ ഇന്തോനേഷ്യയിലൊക്കെ പോയൊരു ചെറിയ ഫീലിംഗ് ഉണ്ട് കേട്ടോ. എവിടെയൊക്കെയോ എന്തൊക്കെയോ അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നു. നിങ്ങൾ കാമുകന്മാർക്ക് വരാൻ പറ്റിയ സ്ഥലം കേട്ടോ. അതേപോലെ കപ്പിൾസ്, കല്യാണം കഴിഞ്ഞവർ, അവർക്ക് ഭയങ്കര സെറ്റപ്പായിരിക്കും ഇത്. അല്ലേടാ ലിബിനെ? അതെ, ഭയങ്കര ഫ്രീഡം ഉള്ള ഒരു രാജ്യമാണ്. ആരും കാര്യം ചോദിക്കൂല. എവിടെ വേണേ ഇരിക്കാം, എവിടെ വേണേ നിൽക്കാം. അതെ ഗൈസ്, നോക്കുന്നുണ്ടോ? ഇതേപോലത്തെ ഒരു സാധനം കേട്ടോ. ഇത് നോക്കിയേ, ഞാൻ കാണിച്ചത്. ഇതുണ്ടോ? എൻ്റെ പൊന്നും കുറിച്ച് നോക്കുക, തീർ സ്ഥലം. ഇതെന്താടാ? എൻ്റെ അമ്മേ, ഇത് മറ്റേതിന്റെ ബാക്കി പത്രമേ കാണുന്നു തോന്നുന്നു കേട്ടോ. ഇത് വേനൽക്കാലത്ത് ഇതിന്റെ ഫോഴ്സ് കൂടുകയുള്ളൂ, കുറയൂല. നോക്കിയേ, നിങ്ങൾ ഇവിടുന്ന് നോക്കിയേ. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി കേട്ടോ. മഞ്ഞായിട്ട് കട്ടുപിടിക്കുവോ ചേട്ടാ? ഇതിലും പീക്കാണോ അങ്ങോട്ട്? കമാൺ ഗൈസ്, നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോകാം കേട്ടോ. നമ്മൾ എവിടുന്ന ഡ്രോൺ വിടുക? നമ്മൾ മറ്റേ റൂട്ട് ബ്രിഡ്ജിൽ പോയ പോലെയാണ്. ഇത് കഴിഞ്ഞല്ലേ? അല്ല, അത്രയും ഇല്ല. റൂട്ട് ബ്രിഡ്ജിൽ പോയ പോലെയാണ്, പക്ഷെ അത്രയൊന്നുമില്ല. സ്റ്റെപ്പ് ഒന്ന് ശ്രദ്ധിച്ചിറങ്ങണമെന്നേ ഉള്ളൂ. പക്ഷേ എല്ലായിടത്തും വലിച്ചു കഴിഞ്ഞ് ഇടാൻ സാധനം ഉണ്ട് കേട്ടോ. വലിച്ചു കഴിഞ്ഞാൽ തട്ടിപ്പോവുള്ളൂ അതിന്. അയ്യോ, പണ്ടത്തെ ഒക്കെ വഴി ഇതായിരിക്കൂടാ അല്ലേ? പണ്ട് ഇത്ര കെട്ടൊന്നും ഉണ്ടാവില്ല. അയ്യോ, ശ്രദ്ധിച്ചിറങ്ങട്ടെ കേട്ടോ. പല്ലിൻ്റെ എണ്ണവും എല്ലിൻ്റെ എണ്ണം കൂടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇവിടെയുള്ള ഗാർഡാന്ന് തോന്നുന്നു കേട്ടോ. ഇത് അടുത്തൊരു പാലം. അടിപൊളി പാലം. എന്താ പാലം! ആഹാ, ഈ ഒരു വ്യൂ ആണ് കേട്ടോ. ഇവ പൂവൊക്കെ നോക്കിക്കേ, നല്ല കിടിലും പൂവൊക്കെ ആയി തുടങ്ങി കേട്ടോ. നോക്കിക്കേ, എന്താടാ ലുക്ക്. ഒരു സയൻസ് ഫിക്ഷൻ സിനിമേന്റെ അതൊക്കെ ഉള്ള പോലത്തെ സംഭവം. ഒരു സയൻസ് ഫിക്ഷൻ സിനിമ ഉണ്ട് ഫീലിംഗ് കേട്ടോ. അവതാറാണോ മറ്റേ കാർട്ടൂൺ പോലുള്ള സാധനം? അതന്നെയല്ലേ ജംഗിൾ അല്ലേ? ജംഗിൾ അല്ലേ? ജംഗിൾ ബുക്ക് പോലത്തെ ആ സാധനത്തിനകത്തോടെ ഇങ്ങനെ വള്ളിയെ പിടിച്ചു പോകുന്ന പോലെ. അതെ അല്ലേ? അല്ലേ അതല്ലേ അല്ലേ? അതേ വരച്ചു വെച്ച പോലത്തെ ഫ്രെയിം കേട്ടോ. വരച്ചു വെച്ച പോലത്തെ
ഓ എൻ്റെ അമ്മോ. ഇതിപ്പോഴും ഇങ്ങനെയാണ് ഇച്ചയും കൂടെ കഴിഞ്ഞാൽ എന്തായിരിക്കും? അതിന് താഴോട്ട് നോക്കണം ഇവനെ. ഇത് നോക്കിയേ, എൻ്റെ കർത്താവിശ്വമിശിയായേ, ഒരു അസാമാന്യ സാധനം. അതിനായിട്ട് അയില ഇറങ്ങാന്നേ. ബാടാ, അവിടെ നല്ല സ്ഥലം കേട്ടോ. ഗൈസ് ഞങ്ങൾ മണ്ണെണ്ണ വെള്ളം. അതെ അതെ ഗൈസ്, അല്ലേ? അതെ. നമുക്ക് നേരെ താഴോട്ട് ഇറങ്ങാം കേട്ടോ. കിടിലൻ സ്ഥലം, കിടിലൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടിലൻ സ്ഥലം. ഓഫ്, ഓടിയാനുള്ള മുതൽ. അപ്പോൾ ഇതേപോലെ തന്നെയായിരുന്നു കേട്ടോ കേവ്. ഇവിടുത്തെ പൂക്കൾ കാണിച്ചു തരാം കേട്ടോ. പൂക്കൾ ഗൈസ്, ഇവിടുത്തെ പൂക്കൾ നോക്കിക്കേ. ശംഖുപുഷ്പം ഉണ്ടല്ലോ അവിടെ. ഏതൊക്കെ ടൈപ്പ് പൂവാടോ ലിവിനെ? ഇത് വേറൊരു ടൈപ്പ് പൂ. എൻ്റെ പൊന്ന്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് വെച്ചാൽ അസാമാന്യ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. പൂക്കൾക്ക് ഏറ്റവും നല്ല ക്ലൈമറ്റ് ആട്ടോ ഇത്. തണുപ്പ്. ആ അതെ അതെ അതെ. അയ്യോ, ചേട്ടൻ ഇടയ്ക്ക് കിളികളെ കൊണ്ട് വരുന്നതാന്ന് എനിക്ക് തോന്നുന്നത്. അല്ലേ? ഈ പൂ നോക്കിയേ, എന്താ പൂ. വേറൊരു കളറുള്ള പൂ ഉണ്ടായിരുന്നു, മത്താപ്പ് പൂ. ഈ നമ്മുടെ ഊട്ടിയിലൊക്കെ ചെടി വളരുന്നില്ല, താങ്കൾ പറഞ്ഞാലും. ഊട്ടിയിലൊക്കെ നമ്മുടെ ചെടി വളരുന്നില്ലേ? അതുപോലെ തണുപ്പുള്ള സ്ഥലങ്ങളിൽ നന്നായിട്ട് നല്ല ചൂടായിരുന്നു, ഇപ്പൊ നല്ല തണുപ്പാണ്. പോകാൻ തോന്നുന്നില്ല ഗൈസ്. അതിനാ നല്ല തണുപ്പ്, നല്ല സ്ഥലം. അതെ അല്ലേ? പീസ്ഫുൾ ഏരിയ കേട്ടോ. എന്താ രസം. ലോകത്ത് വേറെ എവിടെയും കാണൂലായിരിക്കും ഇങ്ങനത്തെ കേട്ടോ. എനിക്ക് അറിയത്തില്ല. ഉണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കിണർ. എൻ്റെ മോനെ, വേറെ രീതി ഞാൻ കാണിച്ചു കേട്ടോ. ടിങ് ടിങ് ടിങ്. ഞാൻ ബാക്കോട്ട് പോകണം സുഹൃത്തുക്കളെ. ദേ കണ്ടോട്ടാ, കണ്ടോ? കാണാൻ റെഡിയല്ലേ? കണ്ടോ? 1 2 3 4 5. നോക്കുക ഗൈസ്, എൻ്റെ പൊന്നും കുരിശു മുത്തപ്പ. എന്താ സെറ്റപ്പ് നോക്കിയേ. അവരുടെ വികൃതിയാണ് ഇവിടെ ശാന്തന. എൻ്റെ അമ്മ, പക്ഷേ ഭയങ്കര ആഴമായിരിക്കും കേട്ടോ. ഇതേ വരുന്നത് നോക്കിക്കേ നിങ്ങളിത് കണ്ടോന്ന്. നോക്കടാ, ഇങ്ങോട്ട് നോക്കടാ ലിബിനെ. എടാ ലിബി, ഇങ്ങ് വാ. ഓ ഇതന്നെ അല്ലേ? എൻ്റെ ദൈവമേ, ഫ്രെയിം നോക്കിയാ നിങ്ങള്. ഫ്രെയിം നോക്കിയിട്ട് നമുക്ക് എന്ത് നിനക്ക് തോന്നുന്നു നിനക്ക് പറയാൻ പറ്റുമോ? അടിപൊളി ലുക്ക് സ്ഥലം. എനിക്ക് തോന്നുന്നത് എന്നാന്ന് വെച്ചാല് ഇത് വിണ്ട് കീറിയതാ. അബദ്ധമൊന്നും പറഞ്ഞാക്കില്ല. അല്ലെന്ന്, ഇത് വിണ്ട് കീറിയ സാധനം. ഇത് അതിന്റെ പേര് കനോൻസ് എന്ന് പറഞ്ഞാൽ വിണ്ട് കീറിയാടാ വരുന്നത് ലിവിനെ. അല്ല ചേട്ടാ, ചേട്ടൻ 1 കിലോമീറ്റർ കൂടെ അടുത്ത് നിന്ന് ദൂരം എന്ന് പറയുകയാണെങ്കിൽ ഒന്നും കിട്ടൂലായിരിക്കും. പിന്നെ വേറെ കാര്യമുണ്ട്. എൻ്റെ അമ്മേ, ഇത് നോക്കിയേ ചേട്ടാ. ഇവനെ ഇത് നോക്കിയേ, 2 ഓപ്ഷനാണിത്. ഒന്ന് കെനല് പോലെയുള്ള കനാൽ. രണ്ടാമെന്ന് വെച്ചാൽ ഒരു ഉരുൾപൊട്ടല്. ഇങ്ങനെയൊക്കെ ആയി വരുന്നത്. അങ്ങനെയാണ് പ്രകൃതിയിൽ ഇത് ഉണ്ടാകുന്നത്. എടാ, ഇവിടുന്ന് വിട്ടാൽ സൂപ്പർ ആയിരിക്കും കേട്ടോടാ. ഇവിടുന്ന് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. ഇതെങ്ങനെ വിടാം? ഒരു ഷോട്ട് അടിക്കാൻ പറ്റും ഇവിടെ. നോക്കടാ, അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ തീർ ലുക്ക് ആയിരിക്കും ലിബി. വിടാ. എന്താ ലുക്ക് ഗൈസ്. എല്ലാം റെഡിയാക്കട്ടെ ഗൈസ്. ചെറുക്കനൊന്ന് പറത്തി നോക്കട്ടെ എങ്ങനെ ഉണ്ടാവുന്ന. കിടിലൻ സ്ഥലം എന്ന് വെച്ചാൽ കിടിലൻ സ്ഥലമാണ്. നല്ല കളറാണ്, നല്ല പീസ്ഫുൾ സ്ഥലമാണ്. ഇതിനെ ബാറ്ററി മാറ്റിയിടണോ? ബാറ്ററി മാറ്റിയിട്ടാക്ക്. എന്നാ തന്നേരെ, റിസ്ക് എടുക്കണ്ട. ഇവനെ ഒന്ന് പറത്തിട്ട് കേട്ടോ. കുറേ നാളായി ചെയ്തിട്ട്. ഞങ്ങൾക്ക് ഇന്തോനേഷ്യേനെ ഓർമ്മ വന്നു കേട്ടോ. ഓ ഗൈസ്, പക്ഷേ ഈ സാധനം ഞാൻ ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കിട്ടില്ല സ്ഥലം എന്ന് വെച്ചാൽ ഒരു 10 ദിവസത്തേനൊക്കെ കറങ്ങാൻ വരുന്നവർക്ക് അത് ഉറപ്പിച്ച് എബിനെ, ഒരു 10 ദിവസത്തേനൊക്കെ കറങ്ങാൻ വരുന്നവർക്ക് നല്ല. അത് ദുബായിൽ നിന്നൊക്കെ ചെറിയ ഫ്ലൈറ്റ് ടിക്കറ്റേ ഉള്ളൂ. നോക്കിയേ, ഈ സ്ഥലത്തിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കിയേ, കിട്ടില്ല കേട്ടോ. എന്തായാലും നമുക്ക് നേരെ അടുത്ത സ്ഥലത്ത് പോകാണ്ട്. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി വേഗത്തിൽ പോകണം. ഇനി അടുത്ത സ്ഥലത്തിന് എത്ര കിലോമീറ്ററാ? 1/2 മണിക്കൂറുണ്ട് കേട്ടോ. അതൊരു ഓഫ് റോഡുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് ഒരു വണ്ടി പിടിച്ചിട്ട് വേണം ആ ഒരു സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി. മിസ്റ്റർ ലിബിൻ, പ്ലീസ് കം. ഗൈസ്, ഫൈനലി എങ്ങനെ ഇബിൻ വണ്ടി എടുത്തെടുത്ത് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന സ്ഥലത്ത് പാർക്കിംഗ് വെക്കാം. നമുക്ക് മേളിൽ വെക്കാമായിരുന്നു, നല്ല സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷേ തിരിച്ച് ഓടിക്കഴിയുമ്പോൾ നമ്മൾ പെട്ടുപോകും കേട്ടോ. നേരെ ഇവനെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അതേ സമയത്ത് ഇവിടെ ഇഷ്ടംപോലെ ഏജൻറ്റുമാർ ഞങ്ങളെ ബാടി വിളിക്കുന്നുണ്ട്. ഞങ്ങൾ ബെണ്ടാന്ന് പറയുന്നുണ്ട്. നേരെ ഇവിടെ വെക്കുന്നു. അടുത്ത സ്ഥലത്തോട്ട് ഞങ്ങൾ ഇപ്പം തന്നെ തെറിച്ച് പോകുന്നു. നോക്കൂ, ഫൈനലി ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്തി. ഇദ്ദേഹത്തിൻ്റെ വണ്ടിയിലാണ് ഞങ്ങൾ. നമസ്തേ, സുഖമാണോ? ഗൈസ്, ഇദ്ദേഹത്തിൻ്റെ ഈ കാണുന്ന ഈ ഒരു മിസ്തിബുഷിയുടെ വാഹനത്തിനാണ് നമ്മൾ ഈ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ അടുത്തൊരു വാട്ടർഫോൾസ് കാണാൻ വേണ്ടി പോകുന്നത്. ഇവിടെ വരുന്നവരെ വെൽക്കം ചെയ്യുന്നത് വൈൻ കൊടുത്താട്ടോ. വൈൻ തന്നിട്ടാണ് ഇവിടെ ഉള്ളവരെ വെൽക്കം ചെയ്യുക. ഈ അടിച്ച് കിണ്ടിയ ചേട്ടൻ്റെ അടുത്തിലാണ് പോകുന്നത്. ഏതടിയാൻ ദൈവത്തിന് അറിയാട്ടോ. അടിച്ച് പൂസ്. സൂപ്പർ. ദൈവമേ ഗൈസ്, ഈ കാണുന്ന സാധനത്തിലാണ് പോകുന്നത്. പജീറോ സ്പോട്ടിൻ്റെ
വീഡിയോ എടുക്കുന്നവർ ഫ്രണ്ട് ഗൈസ് നോക്കൂ, അതായത് പജീറോ സ്പോർട്ടിന്റെ എഞ്ചിൻ ആയിട്ടുള്ള മിസ്റ്റിബുഷിയുടെ ഒരു സ്ഥാനത്തിലാണ് പോകുന്നത്. 7 പേര് കയറും കേട്ടോ ഇതിൻ്റെ അകത്ത്. 7 പേര് കയറുന്ന വണ്ടിയാ ആണോ? ഇത് ഞാൻ ആദ്യമായിട്ടാട്ടോ കിളി പാറുന്നാ തോന്നുന്ന കണ്ടിട്ട്. ഇതന്നെ പുള്ളിയാണ് ഇരിക്കുന്നത്. പുള്ളി ഇവിടുത്തെ മെയിൻ ആളാണ്. ഡ്രൈവ് ചെയ്തോളൂ. ആരാ ഡ്രൈവ് ചെയ്യുന്നത്? ഈ പുള്ളി. പുള്ളിയാണോ ഡ്രൈവിങ്? പുള്ളിക്കാരൻ വണ്ടി മോട്ടോർ പണിയായിട്ട് ഒന്ന് വർക്ക്ഷോപ്പിൽ കയറ്റി 5 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചിട്ടുള്ളത്. എയർ ബാഗ് ഈ വാഹനത്തിനകത്ത് കയറുന്നതിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. നിന്റെ ഗിയർ ഇതാട്ടോ. ഇവിടെയാണ് ഇതിന്റെ ഞെക്കും പിടിയൊക്കെ. പുള്ളിയാണ് ഓടിക്കുന്നത് കേട്ടോ. ഒരു പിടുത്തവും കിട്ടുന്നില്ല കേട്ടോ. പുള്ളി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇത് സൺറൂഫ് ഒക്കെ ഉണ്ടോ അതിന്? സൺറൂഫ് വെഹിക്കിൾ സൺറൂഫ്. പോവാ ഓഫ് റോഡ് ആണെന്നൊക്കെ കേട്ടോ പറഞ്ഞത്. വണ്ടി അവിടെ നിർത്തിയിട്ടു. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങേണ്ട താമസം മാത്രമേ ഉള്ളൂ കേട്ടോ. എങ്ങോട്ടാ? ഇതാണോ വഴി? ഓ ഇതാണോ? ഫുൾ ഓഫ് റോഡാ? കിളിവാറുവോ? പോയി നോക്കാട്ടോ. നമ്മുടെ സൈഡിലാട്ടോ ഇതിന്റെ ഡ്രൈവിംഗ് സൈറ്റ് ഇരിക്കുന്നത്. ആണോ? ഇതേപോലത്തെ ഒരു വഴി കൂടിയാണ് സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ കളം മാറും എന്നുള്ളതാണ് എൻ്റെ അറിവ്. അങ്ങോട്ടൊക്കെ മഞ്ഞുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. കറക്റ്റായിട്ട് ഞങ്ങൾക്ക് അറിയത്തില്ല. അവിടെ ചെല്ലാൻ നേരത്തെ അറിയത്തുള്ളൂ കേട്ടോ. നമ്മൾ കയറിപ്പോകുന്ന വഴി നോക്കിക്കേ, എന്ത് രസമല്ലേ? പൈമരത്തിന്റെ ഇടയ്ക്കൂടെ. പൈനല്ല, ഇത് വേറെന്തുവാടാ? ഫോറസ്റ്റ് അല്ലേ ഇത്? അല്ല, ഇതെന്തോ ഫോറസ്റ്റ്. തേക്ക് ഇവിടുത്തെ. എൻ്റെ അമ്മ കിടിലൻ സ്ഥലം. പുള്ളിയൊക്കെ ആണെങ്കിലും ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ അനങ്ങാത്ത രീതിയിലാണ് വണ്ടി ഓടിക്കുന്നത്. വേറെ മൂടാ. അത് കിട്ടിയില്ല വണ്ടി. എങ്ങോട്ടാ പോകുന്നത്? ഒരു വഴി തെളിച്ച് പോവേ. ഇതെങ്ങോട്ടാടാ? പിന്നെ വഴിയേ നല്ല റോഡും ഒക്കെയാ പോകുന്നത്. കിട്ടില്ല സ്ഥലം കേട്ടോ. അസാമാന്യ ഏരിയ. കിളി മാറുമെന്നാ തോന്നുന്നത്. നോക്കിയേ പോകുന്ന വഴി നോക്കിയേ നിങ്ങള്. ഇത് നമ്മുടെ വണ്ടി കയറൂല കേട്ടോ. നമ്മുടെ വണ്ടി കയറൂല. വണ്ടി കൊണ്ട് വരാതിരിക്കുന്നത് കേട്ടോ. കേറും, വഴി തെറ്റും. വഴി തെറ്റുകയും ചെയ്യും, വഴി മാറുകയും ചെയ്യും. നമ്മുടെ വണ്ടിക്ക് ചെറിയ ചെറിയ പണികൾ കിട്ടുകയും ചെയ്യും കേട്ടോ. പുള്ളിക്ക് 12 മക്കളുള്ള ഒരു പുള്ളിയാ കേട്ടോ. കുറെ ഭാര്യമാരും ഉണ്ടെന്ന് എൻജോയ് ചെയ്യുവാ. എവിനെ 10 ഭാര്യമാര് 10 മക്കള്. പുള്ളിക്കാരൻ ഈ റീജിയന്റെ മൊത്തം ഉണ്ട്. എന്തൊക്കെയോ പറയുന്നുണ്ട്. മുതൽക്കൂട്ടാണ്. ഇത് നോക്കിയേ സ്ഥലം നോക്കി. അപ്പൊ ഇവിടെ സമ്മറിലൊക്കെ എന്തായിരിക്കും? വിന്റർ വേറൊന്ന്, സമ്മർ വേറൊന്ന്, അങ്ങനെയൊക്കെ കേട്ടോ. ഇവിടെ മിനി സ്വിറ്റ്സർലാൻഡ് തന്നെ. നോക്കിയാൽ പശുക്കൾ മെയ്യുന്നു. റോഡ് ഇങ്ങനെ ആയതുകൊണ്ട് ചെറിയൊരു വെട്ടലും തിരിയലൊക്കെ ഉണ്ടാവും കേട്ടോ. നിങ്ങളൊന്നും വിചാരിക്കണ്ട, അത് നോക്കണ്ട. അതെ, ഡ്രൈവർ വേണം, ഞാൻ മാറാം. അതെ, പെട്ടെന്ന് എത്തിക്കാം. അമ്മ സ്വിറ്റ്സർലാൻഡ് പോലെ. എന്താ ഇത്? എനിക്ക് മനസ്സിലാകുന്നില്ല സുഹൃത്തുക്കളെ. മനസ്സിലാകണ്ട അല്ലേ ലിവിനെ? എനിക്ക് തോന്നുന്നത് എന്നാന്ന് വെച്ചാൽ ഒരു മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് പച്ചപ്പായിരിക്കും, കിട്ടുക്കാച്ചായിരിക്കും അവിടെ കാണാൻ. അതെ ഗൈസ്, വണ്ടി വെച്ച് നോക്കിയേ, പോകുന്ന വഴികൾ നോക്കിയേ. ഒന്നും അല്ല കേട്ടോ. വന്ന് വെച്ച് വെക്കാൻ നേരത്ത് എൻ്റെ പൊന്നെ ആ സാധനം കയറി പോകുന്ന നോക്കിയേ. ഞാൻ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ ഇതിനെക്കുറിച്ച് വിചാരിച്ചേ. അസാമാന്യ വണ്ടി. ഹായ് ഗൈസ്, കയറിപ്പോകുന്ന വഴികൾ, കയറാൻ സ്റ്റെപ്പുകൾ, സ്റ്റെപ്പിന് ടയറുകൾ. കയറട്ടെ കേട്ടോ. ഞാൻ പുള്ളിയോട് നിർത്തി തരുമെന്ന് വെച്ചിട്ട് നിർത്തിയതാ. വണ്ടി വിലങ്ങി കേട്ടോ. ഇവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ. ഓ, ഇതൊക്കെ ആൾക്കാർ താമസിക്കുന്ന വീടുകളാണല്ലേ? കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇച്ചിരി നല്ല റോഡ് കിട്ടി കേട്ടോ. കിടിലൻ സ്ഥലം കേട്ടോ. വേറെ മൂട് സ്ഥലം. മേലോട്ട് മഞ്ഞ് കിട്ടുമെന്നാട്ടോ അതിനെ പറഞ്ഞേ. മേലോട്ട് മഞ്ഞ് കിട്ടുന്നു നല്ല രീതിയിലാ. ബെൻസിന്റെ ടെമ്പോ അടിപൊളി. ഇതിനകത്ത് എന്തെങ്കിലും സാധനം കൂരാൻ കേട്ടോ നമുക്ക്. ബെൻസിന്റെ ടെമ്പോ നമ്മൾ അതേപോലെ ഇരിക്കണോ. പോകുന്ന സ്ഥലങ്ങൾ നോക്കിക്കേ. എൻ്റെ അമ്മ, അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. വെള്ളച്ചാട്ടം മാത്രമല്ല ഇതിനെ, ഇത് പണ്ട് കാലത്തെ പാറ. ഇത് എല്ലാം ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് വരുന്ന വഴിക്ക് കുറഞ്ഞു വരുന്നുണ്ട് ഓരോ കൊല്ലങ്ങൾ. പോകുന്ന വഴിക്ക് കാണാട്ടോ, ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതേ ഇവിടുന്ന് കാണാട്ടോ വെള്ളച്ചാട്ടം നോക്കിയേ. ഇതേ വെള്ളച്ചാട്ടം നിങ്ങൾ കാണുന്നുണ്ടോ? ഓ, കിടിലനൊരു വെള്ളച്ചാട്ടം. എന്തൊക്കെയോ ഒരു പ്രത്യേകമുള്ള സ്ഥലം പോലെ. അടിപൊളി സ്ഥലം. ജോർജിയ ആണല്ലേ? ഇതൊന്നും ഒന്നുമല്ല. സ്ഥലങ്ങൾ നോക്കിയേ. ആണോ? ചാടി ഇറങ്ങട്ടെ ഗൈസ്. എൻ്റെ അമ്മോ, എന്താ സ്ഥലം! എൻ്റെ അമ്മോ, ഇതെന്ത് കാണണേ? എൻ്റെ അമ്മച്ചി നോക്കിക്കേ നിങ്ങള്. എൻ്റെ അമ്മോ, നല്ല
കിടില സ്ഥലം. ഇതിലും സൂപ്പർ സ്ഥലം കാണാനാണ് നമ്മൾ പോകുന്നത്. ഇതേ കുറച്ചും കൂടെ താമസിച്ചേ വരാവുള്ളൂ കേട്ടോ, എന്നാലേ കുറച്ചും കൂടെ ലുക്ക് കിട്ടത്തുള്ളൂ. ഇതിപ്പം നമ്മൾ ഇച്ചിരി നേരത്തെ ആയിപ്പോയി. കയറട്ടെ. എൻ്റെ അമ്മോ, നമ്മുടെ വണ്ടി ഇവിടം വരെ വന്നുള്ളൂ കേട്ടോ. ഇവിടെയൊക്കെ വില്ലേജ് ടൈപ്പ് വീടുകളുണ്ട്. ഇതേ ഈ കാണുന്ന മഞ്ഞക്കൂടിയാണ് വണ്ടി. ഇത്ര അടിച്ച് വരുവാ ഗൈസ്, ഇത് കണ്ടോ, ഇത്ര നേരം വരെ മഞ്ഞായിരുന്നെങ്കിൽ ഇപ്പം പരിപാടി പാളി. പറഞ്ഞു മാറിപ്പോലെ കർത്താവേ. ഇത്ര നേരം വരെ ചൂടായിരുന്നു, ഇപ്പം ഫുള്ള് മഞ്ഞാട്ടോ. വാ വേണ്ട വേണ്ട വാ. വാ നമുക്ക് പോയിട്ട് ആ ഗൈസ്, എന്നാ പറഞ്ഞേ എന്നേട്ടാ? ആ ആ ഗൈസ്, മഞ്ഞ ഗുസ്തി കേട്ടോ. എങ്ങനെ വരും? ആ ഇത് ലിവിനെ നമ്മുടെ ഷൂവിന് കറക്റ്റാ കേട്ടോ. അതാ താന്ന് വന്ന മഞ്ഞ ഇത്. താന്ന് വന്ന മഞ്ഞ. ഈ സൈഡ് പിടിച്ചോ. ഇവിടെ ചവിട്ടി പഴിപ്പിച്ച് വെച്ചിട്ടുണ്ട്, അവിടെ തന്നെ ചവിട്ടാം. പലരും പാത വെട്ടിയിട്ടുണ്ട് കേട്ടോ. ആ പാതയുടെ പുറകെ പോകുന്ന പരിപാടി നമുക്കില്ല, എന്നാലും പോവാം, വേറെ വഴിയില്ലല്ലോ. ആ നല്ലൊരു കിളിക്കാസാന്ന് തോന്നുന്നു. നമുക്ക് പോകേണ്ട സിഗ്നൽ ഇവിടെ കിട്ടിട്ടോ. ഇവിടെ നിന്നാണ് നേരെ ഫ്രണ്ടിലേക്ക് പോകേണ്ടത്. തന്നെ വന്നായിരുന്നു ഇവിടെ വന്ന് പൊട്ടാനാട്ടോ. പുള്ളിക്കാരൻ വരുന്നില്ല. ചവിട്ടുന്ന സ്ഥലങ്ങളൊക്കെ താന്നു പോവാ കേട്ടോ. ബാ, ലോവ വാട്ടർഫോൾസ് 1 kilometer 25 minutes. ചേട്ടാ 1 kilometer ഉണ്ട് ചേട്ടാ. ആ പോവാ. കുഴിയുണ്ട്. നീ വാ ലിവിനെ, പേടിക്കാതെ. 1 kilometer ഉണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, അതോട് ഇവിടെ ഇരിക്കാൻ പറയട്ടെ. എന്തിനും പറ്റിക്കഴിഞ്ഞാൽ ഒരാൾ കാണാനെങ്കിലില്ലേ. അതെ അതെ ഗൈസ്, 1 kilometer കൂടെ നടക്കാൻ കേട്ടോ വെള്ളച്ചാട്ടത്തിലേക്ക്. ഒടുക്കത്തെ ചാട്ടമായിപ്പോയി. ഇത് സമ്മറിലാന്നേ വരണ്ടേ അല്ലേ? അതെ അതെ അതെ, ഇത്ര നേരത്തെ ഇതൊക്കെ മാറി കിട്ടി കേട്ടോ. തണുത്ത് നമ്മുടെ കിടിലാവണ്ടിക്ക് ആക്സസ് വരെ വിറയ്ക്കുക, വിശക്കുന്നു ഗൈസ്. എന്തൊക്കെ രോഗമാണാവോ. ഓ ഒരെണ്ണത്തിൽ താന്നി പൊങ്ങടാ. പൊക്കെ അപ്പുറത്തെ കാല് പോവും. ഞാൻ പറഞ്ഞോ അടുത്തു. ശ്രദ്ധിക്കടാ, ഒരാളെ താഴ്ചയെക്കാണ്ട് മഞ്ഞായത്. എൻ്റെ അമ്മോ, എത്തിയില്ല കേട്ടോ, എത്തുന്നതേ ഉള്ളൂ. ഈ കാണുന്നതാണ് ലുമിന വാട്ടർഫോൾസ്. ലൂമ്പി എന്ന് പറയാം. ഇതെങ്ങോട്ട് പോവും? കാലൊക്കെ ഫുള്ള് വേനിക്കും കേട്ടോ. എങ്ങനെ പോകാൻ? ഇങ്ങനെ തരുമോ ഗൈസ്? ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി കേട്ടോ. ഒരു മനുഷ്യ കുഞ്ഞില്ല. ഈ കാണുന്നതാണ് വാട്ടർഫോൾസ്. സത്യം പറഞ്ഞാൽ ഇത് സീസൺ അല്ല. ഇതിപ്പോൾ ഇങ്ങനെ നോക്കണ്ട, ഇച്ചയും കൂടെ കഴിഞ്ഞ് ഇതിൻ്റെ സാധനത്തിൻ്റെ ഇതങ്ങ് ഫോഴ്സ് ഒന്ന് കൂടും. വേറെ കളറാവൂലേ ഏട്ടാ? ബ്ലൂ കളറ്, മേഘാലയ പോലെ. ഗൈസ്, ഇവിടെയൊക്കെ ഒരു ഇരിക്കാനുള്ള സ്ഥലവും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളെ ഒരു വിധത്തിലാട്ടോ നടന്നു വന്നേ. ഒരു കാലം എവിടെ ഇരിക്കുന്നത് എനിക്ക് എവിടെ കയറ്റം കയറിയാലും അതിലേ പോവാ നല്ല. തിരിച്ചു കയറാം. തിരിച്ചു കയറാം നല്ല. ഗൈസ്, രാത്രി ആയിട്ടോ. നമ്മൾ ചവിട്ടിയതാണെങ്കിൽ ഇവിടുത്തെ 6 something ആയി. എന്നേട്ടാ ഈ ചവിട്ടി കൂടെ തന്നെ ചവിട്ടി പോയാലേ ചവിട്ടി പോകാം. ഇനി താഴ്ത്തോട്ട് പോവില്ല. ആണോ? മറ്റേത് പുതിയ വഴി ചുറ്റി പോകണ്ടായിരുന്നു. വേണ്ട, മറ്റേ ഇതല്ലേ, മഞ്ഞില്ലാത്ത സ്ഥലമല്ലേ. ഇതേപോലെ ഇരിക്കും, ഇതേ പോകുന്നു. ഗൈസ്, ഇവിടുന്ന് ഞാൻ പോയതാട്ടോ. പിന്നെ എന്നെ താഴെ നോക്കിയാൽ മതി, നല്ല ശരീരത്തിന് പരിക്കും ഉണ്ടാവും. ഫൈനലി നമ്മളങ്ങനെ ലൂമ വാട്ടർഫോൾസും വന്ന് കണ്ടിരിക്കുകയാണ്. ഇതല്ല കേട്ടോ ശരിക്കും സീസൺ. ഒരു 2 മാസം കൂടെ കഴിയണം, 1 മാസം കൂടെ കഴിയണം. അത് കഴിഞ്ഞാൽ പോളിസ് സെറ്റപ്പ് ആയിരിക്കും കേട്ടോ. ഫൈനലി വണ്ടി ഇവിടെ എത്തി. ഹായ്, ബൈ ബൈ ഗൈസ്. നോക്കൂ, നമ്മളങ്ങനെ തിരിച്ചു പോവാണ്. അപ്പം തിരിച്ചു പോവാം. ഗോ ടു ടിബിലസി. ഗൈസ്, ഇവിടുന്ന് ഏതാണ്ട് എത്ര സമയമുണ്ട് ചേട്ടാ? ഏതാണ്ട് 3.5 മണിക്കൂർ നമുക്ക് ട്രാവൽ ചെയ്യാൻ. ലിബി ഉള്ളിൽ കയറി കേട്ടോ. എൻ്റെ കാല് മരിച്ചു പോയി
ഗൈസ് ഞങ്ങളുടെ കാലിൻ്റെ ഉള്ളിൽ മൊത്തം ഐസായിട്ട് ലിവിയുടെ കാലൊക്കെ മരിച്ചു. ലിവി സോക്സ് ഊരി കളഞ്ഞു. അപ്പോൾ അവരുടെ ലാസ്റ്റ് ആളായിരുന്നു ഞാൻ അല്ലേ ഗൈസ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്കൊരു അപ്രോക്സിമേറ്റ് 200 അല്ലേ ഏട്ടാ, 200 സംതിങ് കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ 200 സംതിങ് കിലോമീറ്റർ നമുക്ക് ഓടി എത്തിയിട്ട് അവിടെ വെച്ച് കാണാം. കാരണം മൊത്തം ഇരുട്ടാണല്ലോ, ഒന്നും കാണാനൊന്നുമില്ല. അടുത്ത ദിവസം നമ്മൾ ഈ റൂട്ട് കാണുന്നുണ്ട്. പിന്നെ അർമേനിയൻ ഭാഗത്തോട്ട് പോകാൻ നേരത്ത്. ബൈ സി യു ഗൈസ് അവർ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.